പ്രൊജക്ട് എലിഫന്റ് പദ്ധതിയിലൂടെ രാജ്യത്തെ ആനകളുടെ ക്ഷേമത്തിനുള്ള സാങ്കേതികവും സാമ്പത്തികമായി സഹായം നൽകി വരുന്നത് കേന്ദ്ര വനം, പരിസ്ഥിതി, കാലാവസ്ഥാ വ്യതിയാന മന്ത്രാലയമാണ്. ദേശീയ പൈതൃക മൃഗമായി ആനയെ അംഗീകരിച്ച വർഷം 2010. ലോകത്തിലെ ഏറ്റവും വലിയ ആന പരിചരണ കേന്ദ്രം കോട്ടൂരാണ്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ആന പരിചരണ കേന്ദ്രം കോട്ടൂരാണ്. ലോകത്ത് ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും പ്രായം കൂടിയ ആന കോട്ടൂർ വന്യജീവി സങ്കേതത്തിലെ സോമൻ എന്ന ആനയാണ്. ഗിർ ലയൺ കൺസർവേഷൻ. ഗുജറാത്തിലെ ഗിർ ഭൂപ്രകൃതിയിൽ കണ്ടുവരുന്ന ഗിർ സിംഹങ്ങൾ അറിയപ്പെടുന്നത് ഏഷ്യാറ്റിക് സിംഹങ്ങൾ എന്നാണ്. കേന്ദ്ര വന മന്ത്രാലയം റിപ്പോർട്ട് ചെയ്ത വംശനാശ ഭീഷണി നേരിടുന്ന 21 ഇനങ്ങളിൽ ഒരിനമാണ് ഗിർ സിംഹങ്ങൾ എന്നത്. ഗിർ സിംഹങ്ങളെ 1972 വന്യജീവി സംരക്ഷണത്തിൽ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഷെഡ്യൂൾ 1. എത്രയാണ്? ഷെഡ്യൂൾ 1-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ. ഹിമപ്പുലികളുടെ ആവാസ സംരക്ഷണവും വംശവർദ്ധനവും മുൻനിർത്തി ആരംഭിച്ച പദ്ധതിയാണ് പ്രൊജക്ട് സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ. പ്രൊജക്ട് സ്നോ ലെപ്പേർഡ് കൺസർവേഷൻ ആരംഭിച്ച വർഷം 2009. ലോക ഹിമപ്പുലി ദിനം ഒക്ടോബർ 23. ഇന്ത്യ ഗ്ലോബൽ സ്നോ ലെപ്പേർഡ് ആൻഡ് ഇക്കോസിസ്റ്റം പ്രൊട്ടക്ഷൻ പ്രോഗ്രാമിൽ അംഗമായത് എന്ന്? 2013-ലാണ് അംഗമായത്. 2020 ഒക്ടോബർ 23 ലോക ഹിമപ്പുലി ദിനത്തിൻ്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചത് എവിടെ? ഡെറാഡൂണിലാണ്. ജനറൽ ഇന്ത്യൻ ബസ്റ്റാർഡ് കൺസർവേഷൻ. പ്രൊജക്ട് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് ആരംഭിച്ചത് 2013 ജൂൺ 5-നാണ്. രാജസ്ഥാൻ സംസ്ഥാന പക്ഷി എന്നാണ്. രാജസ്ഥാൻ്റെ സംസ്ഥാന പക്ഷി ഏതാണ്? ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡാണ് കേട്ടോ. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡ് കൺസർവേഷൻ പ്രൊജക്ട് ആരംഭിച്ച ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനം രാജസ്ഥാനാണ്. രാജസ്ഥാനിലെ ജയ്സാൽമീർ സ്ഥിതി ചെയ്യുന്ന DNP സാങ്ച്വറിയിലാണ് ആദ്യമായി ഈ പ്രൊജക്ട് ആരംഭിച്ചത്. ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിലെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. എന്നാണ് ഗ്രേറ്റ് ഇന്ത്യൻ ബസ്റ്റാർഡിനെ ഇന്ത്യൻ വന്യജീവി സംരക്ഷണ നിയമം 1972 ഷെഡ്യൂൾ 1-ൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. ഓപ്പറേഷൻ ഒലീവിയ ഏത് ജീവിയുടെ സംരക്ഷണാർത്ഥം ആരംഭിച്ച പദ്ധതിയാണ്? കടലാമ സംരക്ഷണമാണ് ഓപ്പറേഷൻ ഒലീവിയ. മധ്യ യൂറേഷ്യയിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത് എന്താണ്? സ്റ്റെപ്പീസ് എന്നാണ്. മധ്യ യൂറേഷ്യയിലെ പുൽമേടുകൾ അറിയപ്പെടുന്നത് സ്റ്റെപ്പീസ് എന്നാണ്. മരുഭൂമിയിൽ വളരുന്ന ചെടികൾ അറിയപ്പെടുന്നത് എറിമോഫൈറ്റ് എന്നാണ്. മരുഭൂമിയിൽ അറിയപ്പെടുന്ന ചെടികൾ അറിയപ്പെടുന്നത് എറിമോഫൈറ്റ് എന്നാണ്.